കൂടുതൽ വിവരങ്ങൾ മരണം നടന്നെന്നല്ലാതെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല അവരോട്. മരണം നടന്നെന്ന് മാത്രമേ പോലീസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. 26-നാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത്. 23-ാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവനും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു. അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. അന്നേരമൊന്നും ഒന്നും ഉള്ളതായിട്ട് അറിയാനുള്ള ഒന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടേക്ക് വരികയും എല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയതാണ്. ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. ഇല്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അമ്മയോട് അതിന് മുമ്പ് ഒരു 9:15 അവൻ വിളിച്ച് അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പം ഡ്യൂട്ടിക്ക് തിരിച്ചു വന്ന ശേഷം മിക്കവാറും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളും ഇല്ല. ഒന്നുമില്ല. അതെ അതെ അതെ. അപ്പോൾ പ്രശ്നമില്ലെന്ന് തന്നെയല്ല, നല്ല സ്നേഹത്തിലാണ്. നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസിയും. അതെ അതെ. ഞങ്ങൾ ഞെട്ടിയിട്ടാണുള്ളത്. ഇപ്പോഴും തന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. അതെ അതെ. തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇന്നലെ കുറേ നടന്നു. ഇനിയിപ്പം ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും. അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുള്ളൂ. ഇല്ല അവർക്ക് കിട്ടുന്നില്ല. അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒന്നും പറയുന്നില്ല, പുറത്ത് പറയുന്നില്ല. അവർ ഒന്നുമില്ല. സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത്. മെഡിക്കൽ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നു. പോകാനായിട്ട് ഇരുന്ന പിള്ളേരും കൂടെ മെഡിക്കൽ എടുത്തിട്ടുണ്ട്.